റംബൂട്ടാനിൽ നിരവധി വെറൈറ്റികളുണ്ട്. വീട്ടിൽ വെക്കാൻ പറ്റിയ 3 വെറൈറ്റികളെ പറ്റി ഇന്ന് മനസ്സിലാക്കാം. അതിൽ മൂന്നാമത്തെ വെറൈറ്റിയെ പറ്റി ആദ്യം പറയാം. NIT റംബൂട്ടാൻ. ചുവന്ന നിറത്തിൽ നിറയെ കുല പിടിച്ച് കായ്ക്കുന്ന വെറൈറ്റിയാണ് NIT റംബൂട്ടാൻ. വിത്തിൽ നിന്ന് കാമ്പ് വേഗത്തിൽ തന്നെ അടർന്നു പോരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന വെറൈറ്റി കൂടിയാണിത്. കുറച്ചു കാലം മുന്നേ തന്നെ കേരളത്തിൽ പ്രചാരമുള്ള റംബൂട്ടാൻ കൂടിയാണിത്. ധാരാളം കായ്ക്കുന്നത് കൊണ്ട് തന്നെ വ്യാവസായികമായി കൃഷി ചെയ്യുന്ന ഇവ മധുരത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. നമ്മുടെ നാട്ടിലെല്ലാം റംബൂട്ടാൻ സീസണിൽ ചുവന്ന നിറത്തിൽ മാർക്കറ്റുകളിൽ എത്തുന്ന റംബൂട്ടാനുകളിൽ ഒന്ന് NIT റംബൂട്ടാനാണ്. ഇപ്പൊ 18 എണ്ണത്തിന്റെ ഒരു കുലമതി 1 കിലോ റംബൂട്ടാന്. രണ്ടാമത്തെ വെറൈറ്റി റംബൂട്ടാനാണ് E35. മഞ്ഞ നിറത്തിൽ നിറയെ കായ്ക്കുന്ന തേൻ മധുരമുള്ള ഒരു റംബൂട്ടാൻ വെറൈറ്റിയാണ് E35. NIT റംബൂട്ടാൻ പോലെ തന്നെ വിത്തിൽ നിന്നും കാമ്പ് അടർന്നു പോരുന്ന റംബൂട്ടാനാണിത്. എന്നാൽ മറ്റു റംബൂട്ടാൻ വെറൈറ്റികളെ അപേക്ഷിച്ച് പുറംതോടിന് മഞ്ഞ നിറമാണ്. ഈ മഞ്ഞ നിറം തന്നെയാണ് ഈ റംബൂട്ടാനെ മറ്റു റംബൂട്ടാനുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാക്കുന്നത്. നന്നായി മൂത്ത് പഴുത്ത റംബൂട്ടാൻ കഴിക്കാൻ ആരും ഇഷ്ടപ്പെട്ടു പോകും. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു പോരുന്ന ഒരു വെറൈറ്റി കൂടിയാണിത്. പലപ്പോഴും ചുവന്ന റംബൂട്ടാനാണ് മാർക്കറ്റിൽ കാണാറുള്ളതെങ്കിലും അപൂർവമായി മഞ്ഞ റംബൂട്ടാനും മാർക്കറ്റിൽ എത്താറുണ്ട്. NIT റംബൂട്ടാനെ അപേക്ഷിച്ച് ഇതിന്റെ ഇലകൾക്ക് അല്പം വലിപ്പക്കുറവുണ്ട്. എന്നാൽ നന്നായി പടർന്ന് പന്തലിച്ച് കായ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു റംബൂട്ടാനാണിത്. പലരും വീടുകളിൽ വെച്ചിട്ടുള്ള മഞ്ഞ റംബൂട്ടാനുകളിൽ ഒന്ന് E35 തന്നെയാണ്. 2 റംബൂട്ടാൻ വെറൈറ്റികൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മഞ്ഞ റംബൂട്ടാൻ വെക്കുന്നതാണ് നല്ലത്. കാഴ്ചയിലുള്ള ആകർഷണം മാത്രമല്ല രുചിയിലും ഇവ ഏറെ മുന്നിട്ട് നിൽക്കുന്നു. മഞ്ഞയും ചുവപ്പും കലർന്ന് റംബൂട്ടാനുകൾ കായ്ച്ചു നിൽക്കുന്നതും ഏറെ ആകർഷകമാണ്. ഇടയ്ക്ക് പ്രൂണിംഗ് ചെയ്തു കൊടുത്താൽ അധികം ഉയരത്തിൽ പോകാതെ 2 ഉയരത്തിൽ നിലനിർത്തിക്കൊണ്ട് ഇവയെ വളർത്താൻ സാധിക്കും. NIT റംബൂട്ടാനേക്കാൾ മധുരം അനുഭവപ്പെട്ടിട്ടുള്ളത് E35 റംബൂട്ടാനാണ്. ഒന്നാമത്തേതും ഏറ്റവും ടേസ്റ്റിയുമായിട്ടുള്ളതും വലിപ്പമുള്ളതുമായ ഒരു റംബൂട്ടാനെ പറ്റിയാണ് ഇനി പറയുന്നത്. അത് പറയുന്നതിന് മുൻപായി നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ടൈപ്പ് റംബൂട്ടാൻ ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യൂ. നിങ്ങൾ റംബൂട്ടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഏതൊക്കെ വെറൈറ്റികൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യൂ. ഏറ്റവും അവസാനമായി പരിചയപ്പെടുത്തുന്ന റംബൂട്ടാനാണ് സീസർ റംബൂട്ടാൻ. നല്ല വലുപ്പമുള്ള കായകളാണ് ഇവയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു റംബൂട്ടാനുകളിൽ നിന്നും ഇവ ഏറെ വ്യത്യസ്തമാകുന്നത്. 12 എണ്ണം കൂടുമ്പോൾ 1 കിലോ തൂക്കമെത്തുന്ന ഈ റംബൂട്ടാൻ വെറൈറ്റി കാഴ്ചയിലും വലുപ്പത്തിലും ആരെയും അത്ഭുതപ്പെടുത്തും. രുചിയുടെ കാര്യത്തിലും ഇവ മുന്നിൽ തന്നെയാണ്. നല്ല മധുരമുള്ള കാമ്പും വിത്തിൽ നിന്ന് അടർന്നു പോരുന്നു. ഇവ വ്യാവസായികമായി കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണ്. നല്ല രീതിയിൽ കായ്ക്കുന്ന ഇവ മറ്റു റംബൂട്ടാനുകളെ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നട്ടുവളർത്താം. കൂടുതൽ പരിചരണങ്ങളൊന്നും ഇവയ്ക്ക് ആവശ്യമില്ല. ഇവയുടെ ബഡ് തൈകളാണ് വെക്കുന്നതെങ്കിൽ 3-ാം വർഷം കായ്ച്ചു തുടങ്ങും. ചുവന്ന പുറം തൊണ്ടോടുകൂടി വളരുന്ന ഇവ ഒരെണ്ണം ഒരു കൈവെള്ളയിൽ ഏകദേശം ഉണ്ടായിരിക്കും. നല്ല മധുരമുള്ള ഈ റംബൂട്ടാൻ 5-6 എണ്ണം മതി ഒരാൾക്ക് വയർ നിറയെ കഴിക്കാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു റംബൂട്ടാൻ ഇനം കൂടിയാണ് ിത്. സീസർ റംബൂട്ടാൻ പ്രചാരത്തിലായിട്ട് അധിക കാലമായിട്ടില്ലെങ്കിലും ഇപ്പോൾ നിരവധി നഴ്സറികളിൽ ഇവയുടെ തൈകൾ ലഭ്യമാണ്. ഇനി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.